ലൈഫിൽ സക്സസ് ആവാൻ 9 to 5 ജോബ് ഒന്നും പാടില്ല, അധികം കോളേജിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ റെഫറൻസ് ആക്കുന്ന കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവര് 9 to 5 ജോബ് ആയിരുന്നില്ല, ബിസിനസ് ആയിരുന്നു, നേരത്തെ പണം ഉണ്ടാക്കണം, അതുപോലെ തന്നെ കോളേജിൽ പഠിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് റെഫറൻസ് എടുക്കുന്ന ആളുകൾ ഈ ജോബ് ക്വിറ്റ് ചെയ്തതും കോളേജിൽ നിന്ന് ഇറങ്ങിയതും ഒരു വിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് മുന്നോട്ട് എങ്ങനെയാണ് പോയതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്രയും കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ സക്സസ്സിലേക്ക് എത്തുന്നതിൽ നിന്ന് ലേറ്റ് ആവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരത് ക്വിറ്റ് ചെയ്തിട്ട് പോന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജോബ് എടുക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് ഇതൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയാണ് സക്സസ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ശരിക്കും ഇങ്ങനെ പോകുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാറിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിങ്ങും അറിയില്ല, ലൈസൻസും ഇല്ല. അങ്ങനെ നിങ്ങൾ കാറെടുത്ത് പോയി കഴിഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കൊള്ളണമെന്നില്ല അല്ലേ. അതേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു പ്ലാനോ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ ക്വിറ്റ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് ഫ്ലൈറ്റ് കയറിയിട്ടും കാര്യമില്ല, നിങ്ങൾക്കത് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. സോ ഏറ്റവും ബെസ്റ്റായിട്ടൊരു പ്ലാനും സ്ട്രാറ്റജിയും സെറ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായത് നിങ്ങൾ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പെർഫെക്റ്റ് ആവാനല്ല, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ദുനിയാവിൽ നന്മയുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പടച്ചവൻ്റെ സഹായം ഉണ്ടാവും.